എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ മാത്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് മൂന്നാമത്തെ വീഡിയോ ആണ് ഈ ചാപ്റ്ററിലെ, അതായത് ഏരിയ പരപ്പളവ് എന്ന ചാപ്റ്ററിലെ തേർഡ് വീഡിയോ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതില് ആദ്യ രണ്ട് വീഡിയോയിൽ പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഹെഡിങ് ട്രയാങ്കിൾ ഡിവിഷൻ എന്തായിരുന്നു? ട്രയാങ്കിൾ ഡിവിഷൻ. ത്രികോണഭാഗം, അതായത് ത്രികോണങ്ങളെ എങ്ങനെയാണ് ഭാഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് ആശയങ്ങളാണ്. അപ്പൊ അതിന് ആദ്യം നമ്മൾ ത്രികോണത്തിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടെത്താന്ന് പഠിക്കാം. എല്ലാവർക്കും അറിയുന്നതാണ് എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ കാണുക. യെസ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. അപ്പൊ എ ബി സി എന്നുള്ള ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് ബേസ്. ബേസ് എന്നോട് ഏതാ? എ ബി ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? AC ആണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബിയുടെ ലെങ്ത് 5, എസിയുടെ ലെങ്ത് 4. 5 4 20. 20നെ 2 കൊണ്ട് ഹരിച്ചാൽ 10 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ബേസും ഹൈറ്റും കറക്റ്റ് ഹൈറ്റ് ആണ്. കാരണം ഇത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ, 90 ആയിട്ട് കിടക്കണേ. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ആശയം വരുന്നത് വെച്ചാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? കുത്തനെയുള്ള ദൂരമായിരിക്കണം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കണം ഹൈറ്റ്, ചെരിഞ്ഞെടുക്കണം ആവരുത്. അപ്പൊ ഇത് ക്ലിയർ ആയി ചെറിയ ക്ലാസ്സിലേ നിങ്ങൾ പഠിച്ചു വരുന്നതാണ്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് വേറെ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് മാഷ്. എ ബി സി തന്നെയാണ്. അതിന്റെ ബേസ് 4 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഏതാണ്? എ ബി ആണ്. ഹൈറ്റ് എന്ന് പറയുന്ന സാധനം എ സി ആണോ ബി സി ആണോ? ഏതാ നിങ്ങൾ എടുക്കുക? എ സിയുമല്ല ബി സിയുമല്ല. എന്താ കാരണം? ഇത് രണ്ടും ചെരിവുയരാണ് അല്ലെ, ചെരിഞ്ഞാണ്, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും. നമുക്ക് കുത്തനെയുള്ള ഹൈറ്റ് വേണം. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സി എന്ന വെർട്ടെക്സിൽ നിന്നും മൂലയിൽ നിന്നും എ ബി എന്ന ബേസിലേക്ക് പാദത്തിലേക്ക് എന്ത് വരയ്ക്കുക? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഒരു ലംബം വരയ്ക്കുക. ക്ലിയർ ആയോ? അതാണ് അതിന്റെ ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു എച്ച് എന്ന് പറയും. അപ്പൊ ഇവിടെ ഹൈറ്റിന് പ്രശ്നം വരുന്നില്ല, 90 ആയതുകൊണ്ട് നേരത്തെ തന്നെയാണ് ഹൈറ്റ്. പക്ഷെ ഇവിടെ ഹൈറ്റ് ഇവിടെ ചെരിഞ്ഞ് കിടക്കണോണ്ട് അതല്ല അതിന്റെ ഉയരം. ഉയരം കാണണമെങ്കിൽ മുകളിൽ വെർട്ടെക്സ് ബേസിലേക്ക് എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ വരയ്ക്കണം. ദാറ്റ് ഈസ് ദി ഹൈറ്റ്. സപ്പോസ് ദിസ് ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ, then ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 4 ആണ്, ഹൈറ്റ് 5 ആണ്. ഓക്കെ, അത് കിട്ടും. ഇനി അടുത്തത് വീണ്ടും കുറച്ച് മാറി നേരെ ടോപ്പിന്ന് ഇതാക്കണ്ട, കറക്റ്റ് വരയ്ക്കുമ്പോൾ ബേസിന്റെ മിഡ് പോയിന്റിലേക്ക് വരും. ദാറ്റ് ഈസ് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്നൊക്കെ പറയാം. സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം എന്നൊക്കെ ആണെങ്കിൽ പറയാം. അതിന്റെ പ്രത്യേകത ഇവിടുന്ന് പാദത്തിലേക്ക് വരയ്ക്കുമ്പോൾ അത് മിഡ് പോയിന്റിലേക്കാണ് വരിക, മധ്യബിന്ദുവിലേക്കാണ് വരിക. പക്ഷെ വേറെ ത്രികോണം മാഷ് വരച്ചിട്ടുണ്ട് എ ബി സി, ബേസ് 6 ആയിട്ട്. അതിന്റെ ഹൈറ്റ് നിങ്ങൾ വരച്ചു നോക്കിയേ. ഇവിടുന്ന് ബേസിലേക്ക് വരയ്ക്കുമ്പോ എന്ത് മനസ്സിലായി? ഈ സൈഡും ഈ സൈഡും നോക്കൂ, ഈക്വൽ ആണോ? അല്ല. ഇവിടെ ഈക്വൽ ആയിട്ട് വരാൻ കാരണം ഈ സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ടാണ്. ഇവിടെ ഈക്വൽ അല്ല, ഒന്ന് വലുതും ഒന്ന് ചെറുതാണ്. എന്തോ ആയിക്കോട്ടെ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് എത്ര? ഇവിടെ എ ബി എത്രയാണ്? 6 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചതാണ്. ഇവിടെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതൊക്കെ ഇതാണെന്ന് നോക്കാം, സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കാം അല്ലെ. അപ്പൊ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 5, 6 × 5 30, 32 15 കിട്ടും. വേറെ ട്രയാങ്കിൾ മാഷ് വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഇതിന്റെ ഏരിയ എങ്ങനെ കാണും? ഇതിന്റെ ഏരിയ അതും നമ്മൾ പഠിച്ചെന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് എ ബി ഇൻറ്റു ഹൈറ്റ്. ഈ എച്ച് എവിടെ എടുക്കുക? എങ്ങനെയാണ് അതിന്റെ എച്ച് എടുക്കുക എന്നാണ് നമ്മുടെ അടുത്ത പ്രശ്നം. കാരണം സി എന്നുള്ള വെർട്ടെക്സ് നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോ വീണ്ടും അത് ചെരിഞ്ഞിട്ടാണ് വരിക. ഞാനെന്ത് പറഞ്ഞു? കുത്തനെ വരണം, ലംബ ദൂരമായിട്ട് വരണം. അപ്പൊ ഇവിടുന്ന് നമ്മളൊരു ഒബ്ജക്ട് എന്തെങ്കിലും വസ്തുവിനെ താഴേക്ക് ഇട്ടാൽ വെയിറ്റ് തെറ്റാൽ അത് നേരെ സ്ട്രെയിറ്റ് അല്ല വീഴുക. ദാറ്റ് ഈസ് ദി ഹൈറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ബേസ് ലൈൻ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വെറുതെ എക്സ്റ്റെൻഡ് ചെയ്ത് വെറുതെ നീട്ടാം. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലായോ? അല്ലാതെ അത് ട്രയാങ്കിളിന്റെ ബേസ് അല്ല. നമുക്ക് ഈ ഹൈറ്റ് എത്രയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആ ബേസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ എത്രയായി തന്നെ എടുക്കാൻ പാടുള്ളൂ. എ ബി 3 സെന്റിമീറ്റർ ഇൻറ്റു ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഉയരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതാണ് ഇതിന്റെ ഉയരം. ഇത് സപ്പോസ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 5, 5 3 15, 15 2 അടിച്ചാൽ 7.5. നമ്മുടെ ആവശ്യം എന്താണ്? ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ട്രയാങ്കിൾ ചെരിഞ്ഞിട്ടാണോ കുത്തനെയാണോ എങ്ങനെയോ ആയിക്കോട്ടെ,
ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് മാഷ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ ഒരു ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. എ ബി സി ഇസ് എ ട്രയാങ്കിൾ. അതിന് റൈറ്റ് ആംഗിളിന് ഒന്നുമില്ല, ജസ്റ്റ് ട്രയാങ്കിൾ ആണ്, ഒരു ത്രികോണം. അത് സി എന്ന വെർട്ടെക്സ് ഒരു വര അവിടെ വരച്ചിട്ട് ഡി എന്ന ബിന്ദുവില് കൂട്ടിമുട്ടിയിട്ട് എ ബിയിൽ അല്ലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡി ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി, അതായത് എ ബിയുടെ മധ്യബിന്ദുവാണ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മധ്യബിന്ദു ആവുമ്പോൾ ഈ രണ്ട് കഷ്ണങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ 6 സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര വരും? 3cm. ഇത് എത്ര വരും? 3cm. രണ്ടും ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾസിന്റെ ഏരിയ കാണാം. ഏതൊക്കെ ട്രയാങ്കിൾസ്? ത്രികോണം എ ഡി സി, ത്രികോണം ബി ഡി സി, രണ്ടെണ്ണുണ്ട്. രണ്ടിന്റെയും ഏരിയ എങ്ങനെയാണ് കാണാൻ നോക്കാം. അപ്പൊ ഏരിയ കാണണമെങ്കിൽ, പരപ്പളവ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ആദ്യം കൺസിഡർ ദി ട്രയാങ്കിൾ ഏതറിയോ? എ ഡി സി. എ ഡി സിയുടെ ഏരിയ ആണ് കാണാൻ പോകുന്നത്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഏതാ? എ ഡി ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഈ വെർട്ടെക്സ് ഈ ബേസിലേക്ക് എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ അല്ലെ, ലംബം വരയ്ക്കുക. ദാറ്റ് ഈസ് ദി ഹൈറ്റ്. ഇതാണ് നമ്മുടെ ഉയരം എച്ച് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ വരിക? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ എ ഡി ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? എച്ച് എത്രയാണ് തന്നിങ്ങനെ? 4 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4. 4 ഇൻറ്റു 3 എത്രയാ? 12/2, 6 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ഇതാണ്. ഇതാണ് സെക്കൻഡ് ട്രയാങ്കിൾ. എന്താ അതിന്റെ പേര്? ബി ഡി സി. ഇതാണ് ട്രയാങ്കിൾ ബി ഡി സി. ബി ഡി സി അതിന്റെ ഏരിയ എങ്ങനെ കാണാം? ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസ് ഏതാ? ഡി ബി ഇൻറ്റു ഹൈറ്റ്. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ബേസ് 3 ആണ്. ഹൈറ്റ് കാണാം. ഞാൻ നേരത്തെ കാണിക്കുന്ന ചിത്രം ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അല്ലെ? ചെരിഞ്ഞു വരുന്ന ട്രയാങ്കിൾ ആണെങ്കിലും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സിന് കുത്തനെയുള്ള ഉയരാണ്. അപ്പൊ ഈ ചെരിഞ്ഞു കിടക്കുന്ന ഈ ലൈൻ ആണെങ്കിലും ശരി, ഈ ട്രയാങ്കിൾ ബി ഡി സിയുടെ ഹൈറ്റ് ഏത് തന്നെയാണ് വരിക? 4 സെന്റിമീറ്റർ. സോ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4, 4 ഇൻറ്റു 3 12/2, 6 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടി? ട്രയാങ്കിൾ എ ഡി സിയുടെ പരപ്പളവും ട്രയാങ്കിൾ ബി ഡി സിയുടെ ഏരിയയും സെയിം ആണെന്ന് മനസ്സിലായി. രണ്ടും എത്രയാണ്? 6 സെന്റിമീറ്റർ സ്ക്വയർ ഈച്ച് അല്ലെ? സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ റേഷ്യോയുമായി ബന്ധപ്പെട്ടിട്ടാണ്. റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാ? എ ഡി സി ഈസ് ടു ട്രയാങ്കിൾ ബി ഡി സി ഈക്വൽ ടു, എ ഡി സിയുടെ ഏരിയ എത്രയാണ്? 6 ഈസ് ടു ബി ഡി സിയുടെ ഏരിയ എത്രയാണ്? 6. 6:6 എത്രയാ? കട്ട് ചെയ്താൽ 1:1. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏരിയ രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഈക്വൽ ആവാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഈ ബേസിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഈ തേർഡ് വെർട്ടെക്സിന്റെ ലൈൻ വരച്ചിരിക്കുന്നത് അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ എത്രണ്ണായിട്ട് മാറും? 2 എണ്ണായിട്ട് മാറും. ഇവിടെ മിഡ് പോയിന്റിലേക്കാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആണെന്ന് മനസ്സിലായി. രണ്ടും 6 ആണ്. അതിന്റെ റേഷ്യോ 1:1. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിന്റെ ബേസിന്റെ റേഷ്യോ ഓഫ് ദി ബേസ് ലെങ്ത് ഓഫ് സൈഡ്സ് നോക്കൂ. റേഷ്യോ ഓഫ് ഏതാണ് ഇവിടെ? ബേസിന്റെ കഷ്ണങ്ങൾ ഏതൊക്കെ? എ ഡിയും ഡി ബിയും. റേഷ്യോ ഓഫ് ബേസ് ഏതാണ്? എ ഡി ഈസ് ടു ഡി ബി. എ ഡി ഈസ് ടു ഡി ബി. That's equal to 3:3. What is 3:3? 1:1. അപ്പൊ എന്തോ ഒരു കാര്യം ഒന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? എന്താ ഐഡിയ കിട്ടിയത്? യെസ്, ഒരു ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ട്രയാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ട്രയാങ്കിൾസിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആണെന്ന് മനസ്സിലായി? ബേസിന്റെ റേഷ്യോന് ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഏരിയ ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് 1:1. ഏരിയ ഓഫ് ദി ബേസ് ദാറ്റ്സ് ആൾസോ 1:1. ഇത് മിഡ് പോയിന്റിലേക്കാണ് വരച്ചത് അല്ലെ? ഈ മിഡ് പോയിന്റ് അല്ലാതെ മാഷ് വേറെ ഒന്ന് വരച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ. ലെങ്ത് 6 സെന്റിമീറ്റർ തന്നെയാണ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് ആൾസോ 4 സെന്റിമീറ്റർ. നമ്മൾ നേരത്തെ വരച്ച അതേപോലെ തന്നെ ഹൈറ്റ് ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. ദാറ്റ്സ് 4 സെന്റിമീറ്റർ. ദാറ്റ്സ് ഗിവൺ ട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഹൈറ്റ് 4 cm തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ബേസ് ഡിവൈഡ് ചെയ്യുന്നത്
ഒന്ന് 2cm, ഒന്ന് 4cm. ടോട്ടൽ എത്രയായി? 6cm. ഇവിടെ ബേസ് മിഡ് പോയിന്റിലേക്കാണ് നമ്മൾ തേർഡ് വെർട്ടെക്സ് എന്ന് വരച്ചത്. അതുകൊണ്ട് രണ്ട് ഈക്വൽ ആയി. ഇവിടെ മിഡ് പോയിന്റിലേക്ക് എല്ലാം വരച്ചത് ഒന്ന് 2 സെന്റിമീറ്ററും ഒന്ന് 4 സെന്റിമീറ്ററുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലാണ് തേർഡ് വെർട്ടെക്സ് എന്ന് വരച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കിട്ടും. ഫസ്റ്റ് ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ ADC. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് എത്രയാ? AD, ഹൈറ്റ് എത്രയാണ്? H. That's equal to half into 2 into 4. What is 4 into 2? 8 divided by 2. That's equal to 8 into 4 times 4 centimeter square. Next, ഈ triangle consider ചെയ്യാം. ഏതാണ്? Area of triangle BDC. BDC, that's equal to അതും ഹാഫ് ഇൻറ്റു ബേസ്. ഇവിടെ ബേസ് ഏതാണ്? BD അല്ലെങ്കിൽ DB into H. That is half into 4 into ഈ ട്രയാങ്കിൾ ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിലും അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. That's equal to 4 ആണ്. 4 into 4 16 divided by 2 8 centimeter square. ഓക്കെ, അപ്പൊ മിഡ് പോയിന്റിൽ ആയതുകൊണ്ട് തന്നെ രണ്ടിന്റെ ഏരിയ ഇവിടെ 6 ഈക്വൽ ആയിട്ട് കിട്ടി. മിഡ് പോയിന്റിൽ അല്ലാത്തത് കൊണ്ട് ഏരിയ ഡിഫറെന്റ് ആയിട്ട് കിട്ടി. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ട് റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ഏതൊക്കെയാ? ഫസ്റ്റ് ട്രയാങ്കിൾ ADC ഈസ് ടു ട്രയാങ്കിൾ BDC. ദാറ്റ്സ് ഈക്വൽ ടു ആദ്യത്തെ എത്രയാ? 4:8. 4:8 സിംപ്ലിഫൈ ചെയ്യൂ. 4ലും 8ഉം 4 ആയിട്ട് കട്ട് ചെയ്യാം. 1 into 4 4, 2 into 4 8. So we get 1:2. 4ഉം 8ഉം 4 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2 കിട്ടും. ഈ ബേസിന്റെ റേഷ്യോ എഴുതൂ. റേഷ്യോ ഓഫ് ദി ബേസ് ഏതോടെ ബേസ്? AD is to DB. AD is to DB. That's equal to 2:4. 2:4 സിംപ്ലിഫൈ ചെയ്താൽ 1:2. അപ്പൊ രണ്ടും ഇവിടെ എന്താണ്? ഈക്വൽ ആയിട്ട് വരുന്നത്. 1:2, 1:2. ഇവിടെ 1:1, 1:1. ഇവിടെ രണ്ടും സെയിമോ ആണ്, ഈക്വൽ ആണ്. സെയിം ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞു മിഡ് പോയിന്റിലേക്കാണ് വരച്ചത് അല്ലെ. ഓക്കെ, സെയിമോ അല്ലാതെ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ റേഷ്യോസിന്റെ പ്രത്യേകത എന്താ? റേഷ്യോസ് രണ്ടും സെയിം ആണ്. ഇവിടെ റേഷ്യോസ് രണ്ടും സെയിം ആണ്. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കാം. When the definition, a line from the vertex of a triangle divides the length of the opposite side and area of the triangle in the same ratio. എന്താ പറഞ്ഞിരിക്കുന്നത്? A line from the vertex of a triangle. A line from the vertex of a triangle. ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ അത് എങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞു? ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡും ഏരിയ ഓഫ് ദി ട്രയാങ്കിളും ഇൻ ദി സെയിം റേഷ്യോ. ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് എന്ന് നമ്മുടെ ഏതാ? ഈ ബേസിലെ ഈ ബേസിനെയും ഈ ട്രയാങ്കിൾസിന്റെ ഏരിയയും ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ലൈൻ ഫ്രം ദി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോ. നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരേ റേഷ്യോ ആണ്, ഒരേ അംശബന്ധത്തിലാണ്. ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതില് പ്രോബ്ലംസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ വേറെ ഒരു മെയിൻ തിയറം ആണ്, ശ്രദ്ധിക്കാം. ഒരു ട്രയാങ്കിൾ ഏതാണ്? ABC അല്ലെ. ഈ ട്രയാങ്കിളിനെ സി എന്ന വെർട്ടെക്സിലൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ? ഈ സിയിലൂടെ വരയ്ക്കുന്ന ഈ ലൈൻ ഈ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറയുന്നത്. ദാറ്റ് ഈസ് ദി ലൈൻ ഈസ് ദി ആംഗിൾ ബൈസെക്ടർ. ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് ഇത് CD എന്ന് പറയുന്ന ലൈൻ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ ഈ രണ്ട് ആംഗിൾസും കോണുകളും തുല്യമാണ്. ഇനി ബേസിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. പക്ഷെ D എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യണം? AD is to DB കണ്ടുപിടിക്കണം. AD is to DB എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എന്താ? ട്രയാങ്കിളിലെ ഏരിയയുടെ റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും ബേസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന് ഇതാണ് ADC, ഒന്ന് BDC. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ പരപ്പളവ് ആണെങ്കിൽ ബേസ് അറിയണം, ഹൈറ്റ് അറിയണം. ബേസും അറിയില്ല, ഹൈറ്റും അറിയില്ല. നമുക്ക് ഏരിയ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് മാർഗണ്ട്? നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏതാ? ഇവിടെ ADC കൺസിഡർ ചെയ്യുക. അതിന് ഇത് നമ്മൾ എന്തായിട്ട് എടുക്കുക? ബേസ് ആയിട്ട് എടുക്കുക. ഇവിടെ ബേസ് എത്രയാ? 4 സെന്റിമീറ്റർ. ട്രയാങ്കിളിന്റെ നമുക്ക് ഏത് വേണമെങ്കിലും ബേസ് ആയിട്ട് എടുക്കാം കേട്ടോ. എങ്ങനെയാ ട്രയാങ്കിളിന്റെ ഏരിയ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞെന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ.
ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ഇങ്ങനെയും കാണാം. ഇത് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് വരയ്ക്കുക, പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇനി അതല്ല ഇത് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണം. 1 2 3 മൂന്ന് സൈഡ് ബേസ് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ആ സൈഡിലേക്ക് എന്ത് വേണം, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നാലേ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മുടെ കൺസെപ്റ്റ് താഴെയുള്ളത് ബേസ് അങ്ങനെയില്ല, ഏത് വേണമെങ്കിലും ബേസ് ആയിട്ട് എടുക്കാം. പക്ഷെ ആ സൈഡിലേക്ക് എന്ത് വേണം, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ഹൈറ്റ് കിട്ടണം. ഓക്കെ, ഇവിടെ നോക്കൂ, ഞാനിത് എം എന്ന് പേര് കൊടുത്തു, DM. ഇതാണ് നമ്മുടെ ഹൈറ്റ്. അതറിയോ? അതും അറിയില്ല. അതേപോലെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ബേസ് ആയിട്ട് എടുക്കാം. ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് DN. അത് ഹൈറ്റ് ആയിട്ട് എടുക്കാം. പക്ഷെ ഹൈറ്റ് അറിയോ? ഇല്ല. അപ്പൊ നമുക്ക് DMനെയും DNനെയും കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ നോക്കിക്കോളൂ, ഈ ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിൾ ഏതാ, കൺസിഡർ ദി ട്രയാങ്കിൾ ഏതൊക്കെയാണ്, MDC ആൻഡ് NDC. ട്രയാങ്കിൾ MDCയും NDCയും ഒന്ന് ഈ രണ്ടാണ് നമ്മൾ നോക്കാം. ഇനി ഈ രണ്ട് സൈഡിനെ പറ്റിയിട്ടാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ, ഹൈറ്റ്. അതിനുവേണ്ടി ഈ രണ്ട് ട്രയാങ്കിൾസിന് ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. എന്താണ് പ്രത്യേകത? ഇവിടെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് അല്ലെ. ഇത് X ആണ്, ഇതും X ആണ്. ഓക്കെ, രണ്ടാമത് DM എന്നുള്ളത് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് ഇങ്ങോട്ട് വരച്ചുകൊണ്ട് ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ട്രയാങ്കിളില് രണ്ട് ആംഗിൾസ് എന്തായി, സെയിം ആയി. ഇവിടെ രണ്ട് ആംഗിൾസ് സെയിം ആയി. ഈ മൂന്നാമത്തെ ആംഗിൾ എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് എത്രയാണ്? X ആണ്. ഇത് എത്രയാണ്? 90 ആണ്. ഈ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? എന്താ ഒന്ന് ആലോചിച്ച് നോക്കേ. തേർഡ് ആംഗിൾ എങ്ങനെ കാണാം? 180 ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് മൈനസ് ചെയ്യാം. അപ്പൊ 180 മൈനസ് 90 പ്ലസ് X എന്ത് വരും? 180 മൈനസ് 90. ഇതിങ്ങനെ ഉള്ളിലേക്ക് മൈനസ് കുടിക്കുക. മൈനസ് 90 മൈനസ് X. 180 പോയാൽ 90 മൈനസ് X കിട്ടും. അപ്പൊ ഒരു ആംഗിൾ 90, ഒരു ആംഗിൾ X. അപ്പൊ ഈ ആംഗിൾ 90 മൈനസ് X എത്ര കിട്ടി? 90 മൈനസ് X. ഇതും അതേപോലെ തന്നെയാ. ഇത് 90, ഇത് X. അപ്പൊ തേർഡ് ആംഗിൾ 90 മൈനസ് X. കാരണം സം ഓഫ് ദീസ് ത്രീ ആംഗിൾസ് 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആംഗിളും സെയിം ആയി. ഏതാ ഈ ആംഗിളിന്റെ പേര്? ആംഗിൾ MCD. ഈ ആംഗിളിന്റെ പേര് ആംഗിൾ MDC. അപ്പൊ ടു ആംഗിൾസ് ഓഫ് ദിസ് ട്രയാംഗിൾ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് സൈഡ് CD? ഈ CD എന്ന് പറയുന്ന സൈഡിന്റെ പ്രത്യേകത എന്താ? ഈ രണ്ട് ട്രയാംഗിളും കോമൺ ആണ് അല്ലേ. കോമൺ സൈഡ് ഓഫ് ദീസ് ടു ട്രയാംഗിൾസ്. അപ്പൊ നമ്മളെ പഠിക്കാൻ പോണ മക്കളെ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താ? ഈക്വൽ ട്രയാംഗിൾസ് അല്ലെ, തുല്യ ത്രികോണങ്ങൾ. അവിടെ നമ്മള് SSSഉം SAS ഉം ASAയും ഒക്കെ പഠിച്ചു. എന്താണ് ട്രയാംഗിൾസ്? ത്രികോണങ്ങൾ തുല്യമാവാനുള്ള ഓരോ കണ്ടീഷൻസ് പഠിച്ചു. അതിൽ ഒരെണ്ണമാണ് എന്ത്? അതിന്റെ ഒരു വശവും ആ വശത്തിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും വേറൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമായ ത്രികോണങ്ങൾ. ഈ രണ്ട് ത്രികോണങ്ങളും ട്രയാംഗിൾസ് എന്തായി? തുല്യമായി. തുല്യമായ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താ? യെസ്, ട്രയാംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ദീസ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ. ഏതൊക്കെ സൈഡ്സ്? therefore DM is equal to DN. അതായത് MD is equal to ND കിട്ടും. എന്താണ് കിട്ടാൻ കാരണം? ഈ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇതേ കൺസെപ്റ്റ് വല്ല തിയറം പ്രൂഫായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് എഴുതുമ്പോൾ ഞാൻ വിശദമായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ എത്രയും നമ്മൾ എത്തി. എന്താ ഇവിടെ എത്തിയത്? ഈ ഹൈറ്റും ഈ ഹൈറ്റും, അതായത് DMഉം MD എന്ന് പറയുന്ന ഇതും H ആണെങ്കിൽ ഇതും എന്താണ്? H. ഇത് രണ്ടും എന്താണ് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാംഗിളിന്റെ ഏരിയ കാണാലോ. ഏരിയ ഓഫ് ട്രയാംഗിൾ ADC എന്താ വരിക? ഏരിയ ഓഫ് ട്രയാംഗിൾ ADC ഹാഫ് ഇൻറ്റു ഏതാ ഞാൻ ബേസ് ആയിട്ട് എടുക്കണേ? AC ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. AC ഇൻറ്റു അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാ? DM അല്ലെങ്കിൽ MD എന്നൊക്കെ പറയാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു AC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഇൻറ്റു ഈ ഹൈറ്റിന് ഞാൻ H എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4ൽ 2 ടൈംസ് കട്ട് ചെയ്യാം. എന്ത് കിട്ടി? 2H എന്ന് കിട്ടും. രണ്ടാമത്തെ ട്രയാംഗിൾ നോക്കൂ. ഈ ട്രയാംഗിൾ ഏതാ? ഏരിയ ഓഫ് ട്രയാംഗിൾ ഏതാ? DBC. അതിന്റെ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ഇതാണ് ബേസ്. ഏതാണ്?
BC into അതിലേക്കുള്ള perpendicular distance DN. That's equal to half into BC എത്രയാ 5 into DN എന്ന് പറഞ്ഞാൽ equal to MD ആണ്, H എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ കിട്ടും 5H/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബേസിന്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ബേസിന്റെ റേഷ്യോ ട്രയാങ്കിൾസിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. അപ്പൊ ബേസിന്റെ റേഷ്യോ നമുക്ക് കാണേണ്ടത് therefore what is AD is to DB, that's equal to എന്താണ് നമ്മൾ പഠിച്ച റേഷ്യോ ഓഫ് ദി ഏരിയ ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ്. ഇതിന്റെ ഏരിയ 2H എന്ന് കിട്ടി, മറ്റേ രണ്ടാമത്തെ ഏരിയ 5H/2 എന്ന് കിട്ടി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, റേഷ്യോ നമ്മൾ എപ്പോഴും എണ്ണൽ സംഖ്യകളായിട്ട് നാച്ചുറൽ നമ്പർ ആയിട്ട് പറയണം. ഇവിടെ ഡിവൈഡഡ് ബൈ 2 വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 2 ഒഴിവാക്കാൻ എന്ത് ചെയ്യാ, രണ്ട് റേഷ്യോനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ കിട്ടും 2H into 2 4H is to 5H/2 5H/2 into 2 വരും അല്ലെ. ആ 2 കട്ട് ചെയ്യാം. That's equal to 4H is to 5H. H ഉം ക്യാൻസൽ ചെയ്യാം. We get 4:5. അപ്പൊ 4:5 ആണ് ഈ റേഷ്യോ ഓഫ് ദിസ് ബേസ്. അപ്പൊ 6 സെന്റിമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ D എന്നുള്ളത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മളിപ്പോ കണ്ടെത്തിയത്. എന്ത് കിട്ടി, ദാറ്റ് ഈസ് 4:5. അപ്പൊ ഇവിടെ 4 5 നിങ്ങൾക്ക് വേറെ എവിടെയോ കാണാണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ സൈഡ് 4, ഈ സൈഡ് 5 അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ തിയറത്തിലേക്ക് എത്താൻ പോകും. എന്താണ് തിയറം കേട്ടോളൂ. ഇൻ എനി ട്രയാങ്കിൾ the bisector of an angle divides the opposite side in the ratio of the sides of the angle. എന്താ മനസ്സിലായോ? In any triangle the bisector of an angle, ഒരു ആംഗിളിന്റെ ബൈസെക്ടർ, അതായത് ഇവിടെ ഏതാ ആംഗിളിന്റെ ബൈസെക്ടർ ഏതാണ്, CD എന്ന് പറയുന്ന ലൈൻ ഈ ആംഗിളിനെ ബൈസെക്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ the opposite side ന്റെ റേഷ്യോ എന്ന് പറയുന്നത്, അതായത് AD is to DB എന്ന് പറയുന്നത് the sides of that triangle, sides of that angle, ഈ ആംഗിളിന്റെ സൈഡ്സിന് ഈക്വൽ ആയിരിക്കും. അതായത് ബേസിന്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത ഈ ആംഗിളിന്റെ സൈഡ്സിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ. സോ AD is to DB 4:5. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മളിത് കണ്ടുപിടിക്കണം. ഇനി നമുക്കിത് തിയറ ഉള്ളതുകൊണ്ട് തിയറ അപ്ലൈ ചെയ്തിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇത് പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വരുന്നുണ്ട്, അത് ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ജനറൽ പ്രൂഫായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ ലൈൻ വരച്ചു, D എന്ന് കൊടുത്തു അല്ലെ. ഈ ബേസ് AD ആണെങ്കിൽ ലെങ്ത് എത്രയോ ആയിക്കോട്ടെ, ഇതെന്താണ് CD is the ആംഗിൾ ബൈസെക്ടർ ആണ് ഓഫ് ആംഗിൾ C. ഈ ആംഗിൾ C നെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് CD എന്ന് പറയുന്ന ലൈൻ. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ CD is the angle bisector of angle C. Then this side M, this side N ആണെന്ന് വിചാരിക്കാം. Then AD is to DB is equal to എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞത്, M is to N. അല്ലെങ്കിൽ എന്ത് പറയാം, AD is to DB equal to AC is to BC. ക്ലിയർ ആയോ? അതായത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത്, ഇതൊരു ആംഗിൾ ബൈസെക്ടർ ആയിട്ട് വരണം. അതായത് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെ വരികയാണെങ്കിൽ സീനെ രണ്ട് തുല്യ കോണുകളായിട്ട് ഭാഗിക്കുകയാണ് ഒരു വരയെങ്കിൽ അത് ബേസിനെ ഏത് റേഷ്യോയിൽ ഭാഗിക്കും, ഈ രണ്ട് സൈഡിന്റെ ലെങ്ത് എന്താണോ അതിന്റെ റേഷ്യോയിൽ ഭാഗിക്കും. അതവിടെ പറഞ്ഞത് AD is to DB is equal to M is to N. ഈ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് AC ആണ്, എന്ന് പറഞ്ഞാൽ BC ആണ്. സോ AD is to DB is equal to AC is to BC. നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് നമുക്ക് ഉപയോഗിച്ച് എന്താ പറയാ ഒരു കൺസ്ട്രക്ഷൻ വരെ ചെയ്യാണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് പ്രോബ്ലത്തിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇൻ ദ പിക്ചർ ബിലോ 2 lines are drawn from the top vertex of the triangle to the bottom side. 2 vertices, ഒരു വെർട്ടിസിൽ നിന്ന് 2 lines, 2 lines ബോട്ടം ലൈൻസിലേക്ക് ബോട്ടം സൈഡിലേക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, പ്രൂവ് ദാറ്റ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, റേഷ്യോ ഇൻ വിച്ച് ദീസ് ലൈൻസ് ഡിവൈഡ് ദി ലെങ്ത് ഓഫ് ബോട്ടം സൈഡ്. ലെങ്ത് ഓഫ് ബോട്ടം സൈഡിന്റെ റേഷ്യോ is equal to the ratio of the areas of the
3 smaller triangles. അതായത് 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, സ്മോളർ ട്രയാങ്കിൾസ്. ആ ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ തന്നെയാണ് ഈ സൈഡ്സ് ഡിവൈഡ് ചെയ്യണമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച തിയറത്തിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ സൈഡ്സിന്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല അല്ലെ. അപ്പൊ എ ബി സി എന്ന് പറഞ്ഞ വലിയൊരു ട്രയാങ്കിൾ നമ്മൾ പേര് കൊടുത്തു. ടെക്സ്റ്റ് ബുക്കിൽ പേരൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ എ ബി സി എന്ന് പേര് കൊടുത്തു. ഇതിന് ഡിയും ഇയും കൊടുത്തു. ഇനി ഏതൊക്കെയാ 3 ട്രയാങ്കിൾ? ഒന്നിതാ, ഏതാ? എ ഡി സി. രണ്ടാമത്തേത് ഏതാ? ഡി ഇ സി. മൂന്നാമത്തെ ഏതാ? ഇ ബി സി. അങ്ങനെ 3 എണ്ണം കിട്ടി അല്ലെ. ഈ 3 എണ്ണത്തിന്റെയും ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ എഴുതുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് എ ഡി ഇൻറ്റു ഹൈറ്റ് വേണം അല്ലെ. ഞാൻ പറഞ്ഞു ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, കുത്തനുള്ള ഉയരം. അത് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? സി എന്ന വെർട്ടെക്സ് നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ താഴോട്ട് എവിടെയാ മുട്ടണം നോക്കൂ. ബേസിൽ എവിടെയാ മുട്ടണേ? ഇതാണത് ഹൈറ്റ്, ഉയരം. അപ്പൊ ഈ ചെരിഞ്ഞു കിടക്കുന്ന ട്രയാങ്കിൾ ആണെങ്കിലും അതിന്റെ ഹൈറ്റ് ഇതാണ്. അത് മനസ്സിലാക്കണം. കൺഫ്യൂഷൻ ഉണ്ടാവും കുട്ടികൾക്ക്. അതിനാണ് ഞാൻ ആദ്യം സെപ്പറേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടോ. അപ്പൊ എ ഡി സി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്താണ്? ദാറ്റ് ഈസ് എച്ച്. ഓക്കെ. ഈ ഏഡിയുടെ ലെങ്ത് ഞാൻ സൗകര്യത്തിന് വേണ്ടി സ്മോൾ ലെറ്റർ എ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എച്ച് ദാറ്റ് ഈസ് എ എച്ച് ബൈ 2 എന്ന് കിട്ടും. രണ്ടാമത്തെ ഏതാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി. ഡി ഇ സി അതിന്റെ ഏരിയ എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ ഡി ഇ ആണ്. അതിന്റെ ഹൈറ്റ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നതും സി എന്ന് വെർട്ടെക്സ് വരച്ചത് തന്നെയാണ്. ദാറ്റ് ഈസ് എച്ച് ആണ്. സോ ഹാഫ് ഇൻറ്റു ഡിയുടെ ലെങ്ത് ഞാൻ ബി ആയിട്ട് എടുത്തു. എച്ച് തന്നെ, അതായത് ബി എച്ച് ബൈ 2. ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ. ഏതാ? ഇ ബി സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ ബി സി ദാറ്റ്സ് ആൾസോ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇ ബി ഇൻറ്റു ഹൈറ്റ്, അതും എച്ച് തന്നെയാണ്. ഇ ബിയുടെ ലെങ്ത് ഞാൻ സി ആയിട്ട് എടുത്തു. അപ്പൊ ഹാഫ് ഇൻറ്റു സി ഇൻറ്റു എച്ച് സി എച്ച് ബൈ 2. അപ്പൊ 3 ഏരിയകൾ നമുക്ക് കിട്ടി. എച്ച് ബൈ 2, ബി എച്ച് ബൈ 2, സി എച്ച് ബൈ 2. ഇനി റേഷ്യോ ഓഫ് ദി ബേസ് ആണ് കണ്ടു അല്ലെ. എ ഡി ഈസ് ടു ഡി ബി, ഡി ഇ ഈസ് ടു ഇ ബി. എന്തായിരുന്നു? എ ഡി ഈസ് ടു ഡി ഇ ഈസ് ടു ഇ ബി. അതെന്താ കിട്ടുക? റേഷ്യോ ഓഫ് ദി ബേസ്. എ ഡി എന്ന് പറഞ്ഞാൽ എന്താ? എ ഈസ് ടു ഡി ബി എന്ന് പറഞ്ഞാൽ എന്താ അടുത്തത്? ഡി ഇ എന്ന് പറഞ്ഞാൽ ബി ഈസ് ടു ഇ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ആണ്. റേഷ്യോ ഓഫ് ദി ബേസ് എന്ന് പറഞ്ഞാൽ എ ഡി ഈസ് ടു ഡി ഈസ് ടു ഇ ബി ആണ്. എ ഈസ് ടു ബി ഈസ് ടു സി. ഓക്കെ. ഇനി ഈ ട്രയാങ്കിൾസിന്റെ റേഷ്യോ എങ്ങനെയാ? ആദ്യത്തെ ഏതാ? റേഷ്യോ ഓഫ് ദി ട്രയാങ്കിൾ ആദ്യത്തെ ഏതാ? ട്രയാങ്കിളിന്റെ പേര് വേണമെങ്കിൽ എഴുതാം അല്ലെ. ട്രയാങ്കിൾ എ ഡി സി ഈസ് ടു ട്രയാങ്കിൾ ഇ ഡി ഇ സി ഈസ് ടു അടുത്ത ട്രയാങ്കിൾ ഇ ബി സി. ഇ ബി സി ഈക്വൽ ടു ആദ്യത്തെ എന്ത് വരും? എ എച്ച് ബൈ 2 ഈസ് ടു രണ്ടാമത് ബി എച്ച് ബൈ 2 അടുത്തത് സി എച്ച് ബൈ 2. റേഷ്യോ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഒരേപോലെ അത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് എച്ച് ബൈ 2, എച്ച് ബൈ 2, എച്ച് ബൈ 2. അപ്പൊ ബാക്കി എ ഈസ് ടു ബി ഈസ് ടു സി. അപ്പൊ റേഷ്യോ ഓഫ് ദി ബേസ് എ ഈസ് ടു ബി ഈസ് ടു സി. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾസ് എ ഈസ് ടു ബി ഈസ് ടു സി. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞുള്ളത്. ട്രയാങ്കിളിന്റെ ഏരിയയും ബേസ് ഡിവൈഡ് ചെയ്യുന്ന ഏരിയയും ലെങ്ത്തിന്റെ ഏരിയയും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ പ്രൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിച്ചോളൂ. In the picture below, the top vertex of a triangle is joined to the midpoint of the bottom side. That top vertex midpoint of the bottom side may join ചെയ്തിട്ടുണ്ട്. Okay. And the midpoint of this line is joined to other 2 vertices. ഈ midpoint other 2 vertices ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിക്ചർ ഞാൻ വരയ്ക്കാം. എന്താ പ്രൂവ് ചെയ്യേണ്ടറിയോ? Prove that the area of all 4 triangles obtained thus are equal to a fourth of the area of the whole triangle. മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയയുടെ 1/4 1/4 ഭാഗമാണ് ഓരോ പ്രശ്നം പ്രൂവ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ ആദ്യം പറഞ്ഞാൽ എന്താ അറിയോ? എന്ന് പിയിലേക്ക് വരച്ചിരിക്കുന്നത് ഇതിൽ വരയ്ക്കാം. എയിൽ നിന്ന് പിയിലേക്ക് വരച്ചിരിക്കുന്നു ഒരു ലൈൻ. അത് മിഡ് പോയിന്റിലേക്കാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ.
ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയ എത്രയും തന്നിട്ടില്ല. അതിന്റെ 1/4 ആണ് 4 കഷ്ണമാക്കുമ്പോൾ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയ 1 യൂണിറ്റ് ആണ് സപ്പോസ് വിചാരിച്ചു. എത്രയാ? 1 യൂണിറ്റ്. നമുക്കറിയാം മിഡ് പോയിന്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് 2 ട്രയാങ്കിൾസ് ആയി മാറും. ഈ രണ്ടിന്റെയും ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പ്രൂവ് ചെയ്തു അല്ലെ? അങ്ങനെയാണെങ്കിൽ മൊത്തം ഏരിയ 1 ആണെങ്കിൽ ഇത് ഓരോന്ന് എത്രയായിരിക്കും? അതന്നെ 1/2 1/2 നേരെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1/2 1/2 ഹാഫ് ചേർന്ന് എത്രയായി? 1 ആയി. ഇനി വീണ്ടും പറഞ്ഞാൽ എന്താ അറിയോ? അടുത്ത ട്രയാങ്കിൾ ഞാൻ ഓരോ സെപ്പറേറ്റ് മാറ്റി വരയ്ക്കാൻ കാരണം ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം കൂടി ഒരുമിച്ചാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേഗം മനസ്സിലാവാനാണ്. ഇത് മിഡ് പോയിന്റിലേക്ക് വരച്ചു. വീണ്ടും ഈ ലൈനിലേക്ക് ഈ വെർട്ടെക്സ് എന്ത് ചെയ്യുക? അതിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കും. ഇപ്പൊ എ പിയുടെ മിഡ് പോയിന്റ് ആണ് സപ്പോസ് ക്യൂ എങ്കിൽ ഇവിടുന്ന് ഇവിടേക്ക് വരയ്ക്കുക. ഓക്കെ, അതേപോലെ ഇവിടുന്ന് ഇവിടേക്ക് വരയ്ക്കുക. ഇപ്പൊ ക്ലിയർ ആയോ? എത്ര എണ്ണം ഉണ്ടായി? 4 എണ്ണം ഉണ്ടായി. ഓരോന്നും 1/4 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇത് 1/2 ആണ് ഇതിന്റെ ഏരിയ അല്ലെ? ഇതിന്റെ ഏരിയ 1/2 ആണ്. ഈ ലൈനിന്റെ മിഡ് പോയിന്റിലേക്ക് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ വീണ്ടും എന്താവും? വീണ്ടും ഈക്വൽ ആയിട്ട് ഭാഗിക്കും. അപ്പൊ 1/2 വീണ്ടും ഈക്വൽ ആയിട്ട് ഭാഗിക്കുമ്പോൾ ഓരോന്നും എത്രയായി? 1/4 1/4. അപ്പുറത്തെ സൈഡിലും ഈക്വൽ ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? 1/4 1/4. അപ്പൊ ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വലിയ ക്വസ്റ്റ്യൻ ആണ്, കണ്ടാ പേടിക്കും. പക്ഷെ ഒരു പ്രശ്നമില്ല, എത്രയേ ഉള്ളൂ. ആ കൺസെപ്റ്റ് മനസ്സിലായാൽ ട്രയാങ്കിൾ ഡിവിഷനിലെ കാര്യം കൃത്യമായി മനസ്സിലാക്കിയ കുട്ടിക്ക് വളരെ ഈസിയാണ്. ഒന്നുകൂടി പറയാം, മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയ 1 ആണെങ്കിൽ, ഹോൾ ട്രയാങ്കിൾ മൊത്തം വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 1 ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റിലേക്ക് വരുമ്പോൾ 2 ട്രയാങ്കിൾസ് ആയിട്ട് മാറും അല്ലേ? ഫസ്റ്റ് ഞാൻ ചെയ്ത പ്രോബ്ലം ഓർമ്മില്ലേ? 1:1 കിട്ടിയില്ലേ? ഓക്കെ, അത് തന്നെ. അപ്പൊ 1 ആണെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 1/2. ഓക്കെ, ഇനി AD AP എന്ന് പറയുന്ന ലൈൻ ഇതാ, അതിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഈ ട്രയാങ്കിൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 1/2 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി? 1/2 ഡിവൈഡ് ചെയ്യുക ഈക്വൽ ആയിട്ട് 1/4 1/4. അപ്പൊ എല്ലാം എന്തായി? 1/4. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 4 എണ്ണം ഉണ്ടാവും. ഓരോ ട്രയാങ്കിളിന്റെ ഏരിയയും 1/4 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ പ്രൂഫ്. ഇനി നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്? ABC. ABC is equal to 1 square unit. 1 square unit. Then P is the midpoint of BC. Therefore, area of triangle BPA and area of triangle CPA are equal. Each area is 1/2 square unit. ക്ലിയർ ആയല്ലോ? ഇതിന്റെ 2 ഏരിയ ഈക്വൽ ആണ്. അപ്പൊ 1 ആയതുകൊണ്ട് 1/2 1/2 ഹാഫ് സ്ക്വയർ യൂണിറ്റ് എഴുതാം. Again, എന്ത് ചെയ്താ? Q is the midpoint of ഏതിന്റെ മിഡ് പോയിന്റ് ആണ്? Q is the midpoint of AP. Therefore, area of triangle BPQ and BQA are equal. ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആകെ 1/2 ആണ്. പോകുന്നത് എത്ര ചെയ്യും? 1/2 സ്ക്വയർ യൂണിറ്റ്. ക്ലിയർ ആയല്ലോ? മലയാളത്തിൽ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. ഈ ത്രികോണ ABCയുടെ പരപ്പളവ് 1 യൂണിറ്റ് ആണ് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P അതിന്റെ മധ്യബിന്ദു ആയതുകൊണ്ട് തന്നെ 2 ത്രികോണങ്ങളാക്കി ഭാഗിക്കും. ഏതൊക്കെയാ? ABPയും ACPയും. അത് രണ്ടിന്റെയും പരപ്പളവ് തുല്യമായിരിക്കും. ആകെ 1 ആണ്. തുല്യമായിട്ട് ഭാഗിക്കുമ്പോ അരാന്ന് കിട്ടും അല്ലെ? അരയും കൂട്ടിയതാണല്ലോ 1. ഓക്കെ, ഈ APയുടെ മധ്യബിന്ദു ആണ് Q. അപ്പോഴും നമുക്ക് ഈ ട്രയാങ്കിൾ ഈ ത്രികോണത്തിനെ വീണ്ടും 2 ത്രികോണങ്ങളാക്കി ഭാഗിക്കും. അതും മധ്യബിന്ദു ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും ഏരിയ പരപ്പളവ് തുല്യമായിരിക്കും. ആകെ 1/2 ആണ്. തുല്യമായിട്ട് ഭാഗിക്കുമ്പോ 1/4 1/4. അതുപോലെ തന്നെ ഇപ്പുറത്ത് എന്ത് കിട്ടും? 1/4 1/4. അപ്പൊ ഓരോ കഷ്ണത്തിന്റെയും പരപ്പളവ് 1/4 ആയിട്ട് മാറും. അതാണ് നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇതേപോലെ മുമ്പ് ചെയ്ത് അതേപോലെ തന്നെയാണ്. 1/4 എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ അതിന് പകരം ശ്രദ്ധിച്ചു നോക്കുക, 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ?
ഇവിടെ നേരത്തെ ഈ രണ്ടാമത്തെ റേഷ്യോ ഡിവൈഡ് ചെയ്തത് ഈക്വൽ ആയിട്ടാണ് പറഞ്ഞത്, മിഡ് പോയിന്റ് ആണെന്ന് പറയാം. പകരം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം AQ/QP ഈക്വൽ ടു 2:1 2:1 എന്നാണ് ഇവിടുത്തെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് അതും മിഡ് പോയിന്റിലേക്കാണ്, ഇതും മിഡ് പോയിന്റിലേക്കാണ് അല്ലെ. അതായത് BP ഈക്വൽ ടു PC, P എന്നുള്ളത് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കാന്ന് പറഞ്ഞു. BQ എന്ന് പറയുന്ന ലൈനും മിഡ് പോയിന്റിലേക്കാണ് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞത്. ഇവിടെ അതിന് പകരം AP മിഡ് പോയിന്റിലേക്കാണ് വരച്ചത്. ഇവിടെ Q എന്തല്ല, BQ CQ AP യുടെ മിഡ് പോയിന്റിലേക്കല്ല. ഈ ലൈൻ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യണേ? 2:1 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഏരിയ ഓഫ് ഓൾ ത്രീ ട്രയാങ്കിൾസ്, ഏരിയ ഓഫ് ഓൾ ദീസ് ത്രീ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ on a right are equal to third of the area of the whole triangle. ആകെ ത്രികോണത്തിന്റെ ഏരിയയുടെ 1/3 ആണ് പ്രൂവ് ചെയ്യുന്നത്. നേരത്തെ 1/4 അല്ലെ, 1/4 ഭാഗം എന്നതിന് പകരം ഇവിടെ ഓരോന്ന് 1/3 ഭാഗമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രൂഫ് പോവാം. ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCനെ ഞാൻ 1 സ്ക്വയർ യൂണിറ്റ് എടുത്തു. മാറ്റില്ലേ, 1 സ്ക്വയർ യൂണിറ്റ് ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, ഇത് മിഡ് പോയിന്റിലേക്ക് വന്നതുകൊണ്ട് ഇത് ഓരോന്നെന്തായി 1/2 അല്ലെ. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് എന്താ, ഈ ട്രയാങ്കിളിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യണത്? 2:1. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ഏരിയ, അതായത് 2 ആണെങ്കിൽ ഇത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് രണ്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ആദ്യം ഏരിയ ഓഫ് BPQ നോക്കാം. ഏരിയ ഓഫ് BPQ ഈസ് ഈക്വൽ ടു ആകെ 1/2 ആയിരുന്നു അല്ലെ. 1/2നെ 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2നെ 2:1 ആകുമ്പോ ആകെ 1/2 + 1 നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ ഡിവൈഡ് ചെയ്ത് 2:1 ആണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 2 + 1 3 എടുക്കുക, 1 ഡിവൈഡഡ് ബൈ 2 + 1 3 എടുക്കുക. അല്ല, ഓരോന്ന് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഇവിടെ 1 × 1 1, 2 × 3 6. അപ്പൊ എന്താ കിട്ടി? ദിസ് ഏരിയ ഈസ് 1/6. ഇനി ഇത് കണ്ടുപിടിക്കാലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ BQA is equal to 1/2ന്റെ എത്ര പാർട്ട് വരിക? 2/3 പാർട്ട്. 2/3 that's equal to 2/2 × 3 6. So this is 2/6. ആകെ 1/2 ആണ്. 1/2നെ 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരെണ്ണം 2/6 കിട്ടും, ഒരെണ്ണം 1/6 കിട്ടും. ഇതേപോലെ ഇപ്പുറത്തെ 1/2 ആയിരുന്നു, അതിനെ 2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്ത് കിട്ടും? 2/6. ഇതെന്ത് കിട്ടും? 1/6. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിളിന്റെ പ്രത്യേകത ഈ നടുവത്തെ വര ഒഴിവാക്കി അല്ലെ. ഇത് 2/6 ആണ്. അത് നോക്കൂ, ദിസ് 2/6. ഇത് എന്താണ്? 2/6. ഈ നടുവത്തെ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഒരുമിച്ചാണ്. ദാറ്റ് ഈസ് 1/6ഉം 1/6ഉം പ്ലസ് ചെയ്യുക. വാട്ട് ഈസ് 1/6 + 1/6? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് മുകളിലത്തെ നമുക്ക് പ്ലസ് ചെയ്യാം അല്ലെ. 1 + 1 2. ദാറ്റ്സ് ആൾസോ 2/6. ഈ 2/6 നമുക്ക് സിംപ്ലിഫൈ ചെയ്തൂടെ? വാട്ട് ഈസ് 2/6? 1/3. 1 2 2 3 2 6. അപ്പൊ എന്ത് കിട്ടും? എല്ലാതും എത്ര കിട്ടും? 1/3. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. എല്ലാം 1/3 ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് എഴുതാം. സപ്പോസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to 1 square unit. SP is the midpoint of the line BC. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് APC and area CPA are equal. Each area is 1/2 unit, square unit. അത്ര എഴുതാം. അടുത്തത് മാത്രം ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഈ ഡിവൈഡ് ചെയ്തത് നേരത്തെ പോലെ ഈക്വൽ അല്ല, മിഡ് പോയിന്റ് അല്ല, 2:1. അപ്പൊ ഓരോന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. അത് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് ട്രയാങ്കിൾ BPQ കാണുമ്പോ ആകെ 1/2നെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോ 1/2 ഇൻറ്റു അതിന്റെ 1/3 പാർട്ട് കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഈസ് 1/6. ഇവിടെയോ 1/2 ഇൻറ്റു 2/3 പാർട്ട് കാണാം. സോ 2/6. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് 2/6 കിട്ടി, ഇത് 2/6 കിട്ടി, ഇത് 1/6 1/6. ഇത് ഒരുമിച്ചാണ്. ഇവിടെ രണ്ടും കൂടി പ്ലസ് ചെയ്തു, അത് 2/6 കിട്ടി. 2/6 നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്താൽ 1/3. അപ്പൊ എല്ലാം 1/3. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർസ് ഫ്രം എനി പോയിന്റ് ഓൺ ദി ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഓക്കെ ടു ദി സൈഡ്സ് ആർ ഈക്വൽ. എങ്ങനെ? പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർസ്, ലംബ ദൂരങ്ങൾ എവിടുന്ന്? ഫ്രം എനി പോയിന്റ് ഓൺ ദി ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ. ഒരു ആംഗിളിന്റെ ബൈസെക്ടറിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർസ് ലംബങ്ങൾ എന്താണ്?
ഈക്വൽ ആണ് ഓഫ് ആൻ ആംഗിൾ ടു ദി സൈഡ്സ് ആർ ഈക്വൽ. ആ ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ നേരത്തെ അതുമായി ബന്ധപ്പെട്ട ഒരു തിയറം തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിന്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്രൂഫ് പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു. അപ്പൊ ആദ്യം വേണം ഒരു ട്രയാങ്കിൾ വരയ്ക്കണം അല്ലെ. എന്താ ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി എന്താ പറയുക, ആംഗിൾ ബൈസെക്ടർ ഓഫ് വൺ വെർട്ടെക്സ്. ഈ വെർട്ടെക്സിന് ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക. അതായത് ഈ ആംഗിൾ എന്ത് ചെയ്യണം, എ ബി സി ആണ് പേരെങ്കിൽ സി എന്ന ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഓരോന്ന് എക്സ് എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഇനി ഇത് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഈ വെർട്ടെക്സിലേക്ക് ലംബം പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാനും പറയുന്നത്. പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാൻ നോക്കോളൂ. ജസ്റ്റ് നമ്മള് ലംബ ദൂരങ്ങൾ വരച്ചു. ഒരെണ്ണം അങ്ങോട്ട് വരച്ചു, ഒരെണ്ണം ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് രണ്ട് പെർപെൻഡിക്കുലേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത അതേപോലെ തന്നെ പേര് കൊടുക്കാം. ഇവിടെ എം കൊടുത്തു, എൻ കൊടുത്തു, ഇവിടെ ഡി എന്ന് കൊടുത്തു. അപ്പൊ എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡി എം സീക്വൽ ടു ഡി എൻ. ഇതാണ് നമുക്ക് പ്രൂഫ് എഴുതേണ്ടത് കേട്ടോ. ഈ ലെങ്ത്തും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലെ. എങ്ങനെയാ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്യാം. എങ്ങനെയാണ്? കൺസിഡർ ദി ട്രയാങ്കിൾസ്. ഏതൊക്കെയാ? എം ഡി സി ആൻഡ് എൻ ഡി സി. ട്രയാങ്കിൾ എൻ ഡി സി. ആ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ പോവാണ്. എന്താണ് അറിയാൻ പറ്റുന്ന ആദ്യം? ആംഗിൾ ഡി എം സി. ആംഗിൾ ഡി എം സി ഈക്വൽ ടു ആംഗിൾ ഡി എൻ സി. രണ്ട് ആംഗിൾ എത്ര ഡിഗ്രിയാന്ന് അറിയാം? 90 ഡിഗ്രി. എന്താ കാരണം? ഗിവൺ ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് അറിയാം. ഏതാ? ആംഗിൾ എം സി ഡി ഈക്വൽ ടു ആംഗിൾ എൻ സി ഡി. ദാറ്റ്സ് ആൾസോ എക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അതും നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണല്ലേ, കോണിന്റെ സമഭാജിയാണ്. അപ്പൊ അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി. ഇനി മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഏതാ? ആംഗിൾ എം ഡി സി ഈക്വൽ ടു ആംഗിൾ എൻ ഡി സി. അത് എത്ര വരിക? ഞാൻ പറഞ്ഞല്ലോ, അത് മൂന്നും കൂടി കൂട്ടി എത്രയാ? 180 ആണ് അല്ലേ. ആ 180ന്ന് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. ഏതൊക്കെയാ? 90 പ്ലസ് എക്സ് പ്ലസ് ചെയ്തിട്ട് 180 കുറച്ച് നോക്കൂ. അപ്പൊ എന്താ കിട്ടും? 180 മൈനസ് 90 മൈനസ് എക്സ്. 180 90 പോയാൽ 90 മൈനസ് എക്സ് കിട്ടും. സോ ദിസ് ആംഗിൾ ഈസ് 90 മൈനസ് എക്സ്. ദിസ് ആൾസോ 90 മൈനസ് എക്സ്. അപ്പൊ നോക്കി ആദ്യം ചെയ്തത് ഈ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്. അത് കണ്ടെത്തിയത് എഴുതി. ഇനി ഇതിന്റെ കോമൺ സൈഡ് ഏതാ? കോമൺ സൈഡ് ഡി സി. ഡി സി ഈക്വൽ ടു ഡി സി. കാരണം അതന്നെ കോമൺ സൈഡ് ആണ്. എന്ത് കോമൺ സൈഡ്? ഈ രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആയിട്ട് പൊതുവായുള്ള ഒരു ലൈനാണ് സി ഡി. ഇപ്പൊ എന്തിനതൊക്കെ എഴുതിയത് മനസ്സിലായോ? നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു അല്ലെ. ഏതൊക്കെയാണ്? ഡി എം സിയും ഡി എൻ സിയും. ഈ രണ്ട് ട്രയാങ്കിൾസിനെ ഈക്വാലിറ്റി, തുല്യത പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ആദ്യം ശ്രമിച്ചത്. അപ്പൊ തുല്യത പ്രൂവ് ചെയ്യാൻ വേണ്ടി 8ാം ക്ലാസ്സിൽ പഠിച്ച കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാ? ടു ആംഗിൾസ് വൺ സൈഡ്. ഏതൊക്കെ ആംഗിൾസാ? ഒന്ന് 90 മൈനസ് എക്സ് പറയുന്ന ഈ ആംഗിളും ഒന്ന് എക്സ് എന്ന് പറയുന്ന ഈ ആംഗിളും, അത് കൂടാതെ ഈ സൈഡും. അപ്പൊ ഒരു സൈഡും അതിന്റെ രണ്ട് അറ്റത്തുള്ള രണ്ട് ആംഗിൾസും അല്ലെ. ട്രയാംഗിളിന്റെ വൺ സൈഡ് ആൻഡ് ആംഗിൾ അറ്റ് ദി അതർ ആൻഡ്സ്. മറ്റ് എൻഡിലുള്ള ആംഗിൾസ് വേറെ ട്രയാംഗിളിന്റെ ഒരു സൈഡിനും അതിന്റെ രണ്ട് അറ്റത്തുള്ള ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ ട്രയാംഗിൾസ് രണ്ടും ഈക്വൽ ആണെന്ന് 8ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ട്രയാംഗിൾ ഡി എം സിയും ട്രയാംഗിൾ ഡി എൻ സിയും എന്തായി? ഈക്വൽ ആയി. കാരണം എ എസ് എ എന്നൊക്കെ പറയാം. എ എസ് എന്ന് പറയുന്നത് എന്താ? ആംഗിൾ സൈഡ് ആംഗിൾ. ആംഗിൾ സൈഡ് ആംഗിൾ. ഒരു കോണ്, ഒരു വശം, ഒരു കോണ്. അങ്ങനെ വന്നതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ആണ്. ട്രയാംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. നമുക്ക് ഇവിടെ ഏതാണ് ഈക്വൽ ആയിട്ട് വേണ്ടത്? അത് മാത്രം എഴുതിയാൽ മതി. നമുക്ക് എന്തൊക്കെ ഈക്വൽ ആവുന്നത്? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാത്രം. അത് ഏതാണ്? ഡി എം ഈക്വൽ ടു ഡി എൻ. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ.
അപ്പൊ ആദ്യം പ്രൂഫ് എഴുതാൻ വേണ്ടി എന്ത് ചെയ്തു? രണ്ട് ട്രയാങ്കിൾസ് എടുത്തു. ട്രയാങ്കിൾസ് രണ്ടും ഈക്വൽ ആണ് പ്രൂവ് ചെയ്തു. ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ സൈഡ് ഈക്വൽ ആണ്. ഇതന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പ്രൂഫ് അല്ലെ. ഇങ്ങനെ പ്രൂവ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചു. രണ്ടിന്റെ ഏരിയ സെയിം ആണ് കിട്ടും. ഏരിയ സെയിം ആണ് കിട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടും? എ സിയും ബി സിയും ആണ് AD/BB എന്ന ഈ ബേസിന്റെ റേഷ്യോയ്ക്ക് തുല്യമായ സൈഡ്സ് എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പൊ നേരത്തെ പറഞ്ഞ ആ പ്രൂഫില് എന്തായിരുന്നു? AD/DB AC BC എന്ന് പറയും അല്ലെ. എങ്ങനെ? ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ബേസിനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പഠിച്ച് ആ ആംഗിൾസിന്റെ തൊട്ട് അടുത്തുള്ള സൈഡ്സിന്റെ റേഷ്യോക്ക് ഈക്വൽ ആയി ഡിവൈഡ് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ പ്രൂഫ് തന്നെയാണിത്. അതിവിടെ വരെ എത്തി. ഈ ബാക്കിയുള്ള കാര്യം കൂടി എഴുതിയ ആ പ്രൂഫും കൂടിയായി. ഇപ്പൊ 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സസൈസിൽ ചെയ്തത്. ഇനിയും 5 ക്വസ്റ്റ്യൻസ് അതിൽ ബാലൻസ് ഉണ്ട്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അത് ചെയ്തു തരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.